ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ശനിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എന്നത്തെയും പോലെ തന്നെ എന്താണെന്ന് കറി ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുക കേട്ടോ. അപ്പോഴാണ് കുറേ ദിവസം മുമ്പ് വീട്ടിൽ നിന്ന് നമ്മൾ ചക്കയൊക്കെ കൊണ്ടുവന്നിരുന്നല്ലോ. ആ ചക്കേൻ്റെയൊക്കെ കുരു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ. ചക്കക്കുരു മക്കൾക്ക് വലിയൊരു താല്പര്യമൊന്നുമില്ല, എനിക്കും താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ്. പക്ഷെ എന്നാൽ കുരു കണ്ടപ്പോൾ കളയാനും തോന്നിയില്ല. ആ ചക്കയൊക്കെ തിന്നപ്പോൾ അതിൻ്റെ കൂടുതലും കുരുയൊക്കെ സെപ്പറേറ്റ് എന്താ പറയുക ഒരു പാത്രത്തിലാക്കി എടുത്ത് വെച്ചിരുന്നു. അങ്ങനെ വലിയ പാത്രത്തിൽ എടുത്ത് വെച്ചതൊക്കെ കുറച്ചിങ്ങനെ മുള വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ കേടും വന്നിട്ടുണ്ടായില്ല. ചെറിയൊരു കുഞ്ഞി പാത്രത്തിൽ ഇട്ടത് അത് ഈ അടുത്ത എപ്പോഴോ ഒരു ചക്ക വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അത് എടുത്ത് വെച്ചതാണ്. പക്ഷെ അത് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ചക്കക്കുരു നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ നന്നാക്കുന്നുണ്ട്. അപ്പോൾ തത്ത ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ ഇത് ഇത്രയൊന്നും എടുക്കണ്ട അമ്മമ്മേനെ പോലെയാണ് ചക്കക്കുരു കുറേ എടുക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് ചക്കക്കുരുയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമ്മ ചക്കക്കുരു മുരിങ്ങയൊക്കെ വെക്കുമ്പോൾ കുറേ ചക്കക്കുരു ഇടും. അപ്പോൾ ഞാനും അപ്പം ഇങ്ങനെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞില്ല ചക്കക്കുരൊക്കെ കൂടെ വേണ്ടെന്നൊക്കെ പറയും ഞാനും. പക്ഷേ നന്നാക്കി അങ്ങനെ ഇരുന്നപ്പോൾ ഒരു രസം. അപ്പോൾ ഞാനങ്ങനെ കുറേ നന്നാക്കി എടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ നമ്മളിവിടെ കഴിഞ്ഞ ദിവസമേ പിന്നെ കാറ്റും മഴയൊക്കെ ഉണ്ടായപ്പോൾ അനിലേൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മുരിങ്ങ, അതായത് അവിടെ മുരിങ്ങ കൊമ്പൊക്കെ പൊട്ടി വീണിട്ട് ഞാനും ഓടും കൂടെ അവരുടെ വീട്ടിൽ പോയിട്ട് മുരിങ്ങ കൊണ്ടുവന്നിരുന്നു. ഈ പറഞ്ഞ പോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കളയാൻ തോന്നൂലല്ലോ. അപ്പോൾ അങ്ങനെ ആ മുരിങ്ങ അവിടുന്ന് അധികം കിട്ടുന്നിടത്തോളം ഞാൻ എടുത്തു പോന്നു. എന്നിട്ട് എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് മുരിങ്ങ കൂരിയിട്ട് 2 പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വെക്കാൻ വേണ്ടിയാണ് ചക്കക്കുരു ഞാൻ നന്നാക്കിയത്. അങ്ങനെ ചക്കക്കുരിയൊക്കെ നന്നാക്കിയിട്ട് കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ടിട്ടോ ഞാനവിടെ. പിന്നെ കുറച്ച് മമ്പയർ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ മമ്പയർ കൊണ്ടൊന്ന് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കിച്ചുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്പയർ. അപ്പോൾ അതും ഞാൻ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഒന്നും ഓർമ്മ കിട്ടിയ സമയത്ത് വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ ഇനി അതൊന്ന് വേവിക്കാൻ വേണ്ടി കുക്കറിൽ ഉപ്പും വെള്ളവും മമ്പയറും മാത്രം ഇട്ടിട്ട് ഞാനത് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. 2 വിസിലടിക്കുമ്പോഴത്തേക്കും മമ്പയർ ആവും കേട്ടോ. ചക്കക്കുരു അവിടെ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ആ റെഡ് കളറിലെ തൊലി അത്ര ഒരുപാടുണ്ട് കളഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ച് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. അതിലാണ് അതിൻ്റെ ഒരു ഗുണം ഇരിക്കണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടോ. പക്ഷേ നമ്മൾ നന്നാക്കുമ്പോൾ കുറച്ചൊക്കെ പോവും, അല്ലാതെ മുഴുവനായിട്ടുണ്ട് ക്ലീൻ ആയിട്ട് കിട്ടുമൊന്നുമില്ല. അപ്പോൾ എന്തായാലും കുറച്ച് നേരം വെള്ളത്തിട്ട് വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ 2 വിസിലടിച്ചപ്പോഴത്തേക്കും മമ്പയർ ഞാൻ ഓഫ് ചെയ്തിട്ടായിരുന്നു, നമ്മുടെ തീയൊക്കെ ഓഫ് ചെയ്തിട്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ പ്രഷറിലൂടെ കടന്നിട്ട് മമ്പയർ നല്ല വന്നിട്ടുണ്ട്. അപ്പോൾ അതിനി ഞാൻ ചെറിയുള്ളിയും പച്ചമുളക് ഞാനത് മമ്പയർ വേവിക്കാൻ വെച്ചപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയുള്ളി ഒന്ന് വറവിട്ടെടുക്കണേ കൂടെ പച്ചമുളകും കയറിയിട്ടു, കറിവേപ്പിൻ്റെ ഇല ഇട്ടു, നുള്ളി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ വേവിച്ച് വെച്ച മമ്പയറിനെ അതിലേക്കാണ് ഇട്ടു കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ ആ ഒരു വെള്ളം ഒന്ന് വറ്റി വരുന്ന വരെ നമുക്കത് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ നമ്മളെ ഉപ്പേരി ആയിട്ടുണ്ട്. മമ്പയർ ഉപ്പേരി ഒക്കെ കുറച്ച് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. കൂടുതലാവുമ്പോഴാണ് കളയണം എന്ന് തോന്നുക. അപ്പോൾ നമ്മൾ മമ്പയർ ഉപ്പേരി ആയി. അതിനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. എന്തുണ്ടാക്കിയാലും അത് ആ പാത്രത്തിൽ നിന്ന് ഒഴിച്ച് വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കുമ്പോഴേ ഒരു സമാധാനം. പക്ഷേ ഇതൊക്കെ എങ്ങനെ തുടങ്ങിയതെന്നറിയോ? പണ്ടൊക്കെ അടുപ്പിലാണല്ലോ എല്ലാം ഉണ്ടാക്കുക. അപ്പോൾ ഈ അടുപ്പിലുണ്ടാക്കുമ്പോൾ എങ്ങനെയായാലും നമ്മളെ പാത്രത്തിൻ്റെ അടിയിൽ കരി വരും. അപ്പോൾ ഈ കരി നമ്മൾ അടുപ്പിൻ്റെ ഭാഗത്തൊന്നും അല്ലെങ്കിൽ നമ്മൾ മാറ്റി വയ്ക്കുന്ന സ്ഥലത്തൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാക്കിയാലും നമ്മൾ വേറെ കരി ഇല്ലാത്ത പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ച് വെക്കും. ആ ഒരു ശീലം അന്ന് തുടങ്ങിയതാണ് കേട്ടോ. ഇപ്പോഴും നമ്മൾ ഗ്യാസിലാണെങ്കിലും അത് ഉണ്ടാക്കണം അങ്ങോട്ട് ഒഴിച്ച് വെക്കും. അന്ന് തുടങ്ങിയ ആ ഒരു ശീലം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കുക്കറിൻ്റെ ഉൾവശം ഞാൻ കഴുകിയിട്ട് അതിലേക്ക് നമ്മൾ ചക്കക്കുരുവൊക്കെ കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തു, കുറച്ച് പച്ചമുളക് കീറിയത്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൊണ്ട് കീറി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ്. 2 വിസിലാണ് ഞാനിത് ചക്കക്കുരു വിസിലടുപ്പിച്ചത് കേട്ടോ, 2 പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇതിനിടയിൽ കഴുകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കഴുകി ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ചിക്കനും അല്ലെങ്കിൽ മീനും അതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളൊരു ടേസ്റ്റാണ് ഇതുപോലെ നല്ല നാടൻ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. ചോറുണ്ടാലും പോകും, വയറിനൊരു നിറവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വിസിലൊക്കെ അത് 2ാമത്തും അടിച്ചിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തു. ഇനി അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം ഞാൻ തുറന്നു നോക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. തുറന്നു നോക്കി ചക്കക്കുരു നല്ല വന്നിട്ടുണ്ട്. കാണുമ്പോൾ ഇങ്ങനെ അതേപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെന്തിട്ടില്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തൊന്ന് ഇളക്കിയിട്ട് സ്പൂൺ വെച്ചൊന്ന് എടുത്തിട്ട് വെറുതെ അങ്ങനെ കൈ കൊണ്ട് പിടിച്ചിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അങ്ങോട്ട് നന്നായിട്ടുണ്ട്. കയ്യിൽ നിന്ന് അങ്ങോട്ട് വേണ്ടോ പൊടിയായി വന്നു.
അത്രയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്പൂൺ വെച്ച് ഇങ്ങനെ ഈ തവി വെച്ചിട്ട് ഇളക്കിയപ്പോൾ തന്നെ അത് ഉടയുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് നന്നായിട്ട് ഉടയ്ക്കണ്ട, ഇടയ്ക്ക് ഇങ്ങനെ ചക്കക്കുരു അതുപോലെ ഇരിക്കട്ടെ വിചാരിച്ചിട്ട് പിന്നെ ഇളക്കി കൊടുത്തില്ല. പിന്നെ അതിലേക്ക് ഞാൻ നമ്മളെ മുരിങ്ങ ഇടുകയാണ് കേട്ടോ. മുരിങ്ങ എന്ന് പറഞ്ഞാൽ അടിപൊളി മുരിങ്ങ കേട്ടോ. ഈ മുരിങ്ങ കണ്ടാൽ കളയാൻ തോന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അവിടുന്ന് വീട്ടിൽ നിന്ന് കിട്ടിയ മുരിങ്ങ എല്ലാം ഞാൻ എടുത്തിട്ട് അപ്പം തന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ അട പോയി എന്നൊരു 6:30 ആയപ്പോൾ ഞങ്ങൾ മുരിങ്ങയ്ക്ക് പോണത്. അവളെ അമ്മ വിളിച്ചപ്പോൾ അങ്ങനെ പോയി. ആ കൊണ്ടുവന്ന മുരിങ്ങ ഞാനും അവളൊക്കെ ആ സമയത്ത് തന്നെ എല്ലാം ഊരിയിട്ട് പാത്രത്തിലിട്ട് വയ്ക്കുകയാണ് ചെയ്തത്. ചില സമയത്തൊക്കെ നമുക്ക് മുരിങ്ങയ്ക്ക് ഒരു കൊതിയാവില്ലേ, അപ്പം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കൂടല്ല. അപ്പോൾ ഈ ഒരു കറി ഇങ്ങനെ വേണമെങ്കിൽ തന്നെ ഉപയോഗിക്കാം, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ കറി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പച്ചവെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്. കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, നമ്മൾ ചോറ് വെന്ത ഉടനെ തന്നെ ആ ഒരു ചൂട് വെള്ളം കുറച്ച് ഞാൻ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു കുറച്ച് കഞ്ഞിവെള്ളമാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളെ ചക്കക്കുരു മുരിങ്ങയും കറി സെറ്റായിട്ടുണ്ട്. ഞങ്ങളുടെ ഈ മലപ്പുറം ജില്ലക്കാർക്കൊക്കെ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ അറിയാത്തവരാരും ഉണ്ടാവില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു തരുന്ന പുറത്തുനിന്നൊക്കെ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെയും കറി ഉണ്ടാക്കും കേട്ടോ. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയണത്. നാട്ടിൻപുറത്തുള്ളവർക്കൊന്നും ഈ ഒരു കറീനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ മുരിങ്ങ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി അതിലേക്ക് ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എപ്പോഴും ഈ ഒരു മുരിങ്ങ കറി വെക്കുന്ന സമയത്ത് മുരിങ്ങ തന്നെ വെക്കുകയാണെങ്കിലും എന്തെങ്കിലേക്കും ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും മുരിങ്ങ നമ്മൾ ഒരുപാട് സമയം വേവിക്കരുത്. വേവിച്ച് കഴിഞ്ഞാൽ ആ മുരിങ്ങയുടെ ടേസ്റ്റ് പോയിട്ട് ഒരു കയ്പ്പ് നമുക്ക് ഫീൽ ചെയ്യും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ പോലെ മീൻ വറുത്തിട്ട് നമ്മളൊരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ എത്ര ദിവസം ഇരുന്നാലും കേടാവില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും എടുത്ത് വറക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, പറയാൻ വയ്യ കേട്ടോ. അപ്പം തന്നെ ചോറുണ്ണാൻ തോന്നും, അത്രയും നല്ലൊരു മണമാണ്. ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് ചിലവരൊക്കെ അങ്ങനെ ചെയ്യും കേട്ടോ. പക്ഷേ തേങ്ങയൊക്കെ അരച്ച് വെക്കണേക്കാളും ടേസ്റ്റ് ഇങ്ങനെ വെക്കുകയാണ്. ചില ആളുകൾക്ക് ചിലപ്പോൾ തേങ്ങ അരച്ച് വെക്കുമ്പോഴാവും ടേസ്റ്റ് തോന്നും കേട്ടോ. പക്ഷേ ഒന്നും കൂടെ ഇങ്ങനെ വെക്കുമ്പോഴാണ് എനിക്ക് ടേസ്റ്റ് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആ മീനുണ്ടല്ലോ അതൊന്നും ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ വറവിട്ട പാനിൽ തന്നെ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 3 ദിവസത്തിൽ കൂടുതലായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ മീൻ വറുത്ത് വെച്ചിട്ട് ഇങ്ങനെ വറുത്ത് വെച്ചാൽ പിന്നെ നമുക്ക് 2-3 ദിവസം അന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ 2-3 ദിവസം നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത്. അതല്ലാതെ നമ്മൾ മീൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്ത് ബോട്ടിലെടുത്ത് വെച്ചാലും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലൊക്കെ അതിനൊരു റെഡ് കളറായി വരണം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ വറുത്ത് വെച്ചത്. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കറിയൊക്കെ റെഡിയായി. അതും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കേട്ടോ. നമ്മളെ മുരിങ്ങയ്ക്ക് കുറ്റം പറഞ്ഞ ആൾ മുരിങ്ങ ഈ കറീൻ്റെ അതായത് ആ ഒരു വറവിട്ട് അടിച്ചപ്പോൾ തന്നെ ചോറൊക്കെ വന്ന് വിളമ്പണുണ്ടായിരുന്നു. തത്ത ഞാൻ ചക്കക്കുരു നന്നാക്കിയപ്പോൾ എന്നോട് അതൊക്കെ കൂടെ വേണ്ട അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ ആൾ തന്നെ അന്നത്തെ ദിവസം 2-3 പ്രാവശ്യമായിട്ട് ചോറ് അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുവന്നുണ്ട്. ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നമ്മൾ ആ മീനായി, മുരിങ്ങക്കറിയായി, മമ്പയറായി, ചോറായി എല്ലാം സെറ്റായിട്ടുണ്ട്. എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചോറിനുള്ള സമയപ്പം കൂടി അതും അങ്ങോട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇടയ്ക്കൊക്കെ നമ്മളെ 1-2 പേരൊക്കെ പറയാറുണ്ട് ഉണ്ടാക്കുന്ന വീഡിയോസ് മാത്രം കാണിച്ചാൽ പോരാ, അത് കഴിക്കണം കൂടെ കാണിക്കണം, അപ്പോഴേ പൂർണ്ണമാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇന്ന് തോന്നി എപ്പോഴും ചിക്കനും കപ്പയൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രം കാണിച്ചാൽ പോരല്ലോ, ഇതൊക്കെ കാണിക്കണമല്ലോ. പക്ഷേ എന്താ പറയുക, വയറങ്ങോട്ട് നിറഞ്ഞു സത്യത്തിൽ. ചില ദിവസം നമുക്ക് ചിക്കനൊക്കെ ഉണ്ടെങ്കിലും ചോറുണ്ണുമ്പോൾ ഒരു വയറ് നിറയാത്ത പോലെ ഫീൽ ചെയ്യും. പക്ഷെ ഇതുണ്ടല്ലോ അത് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളി. അതിൻ്റെ ആ ഒരു കറിക്കൊക്കെ എന്തൊരു ടേസ്റ്റ് എന്നറിയോ. അപ്പോൾ അത് 2 ഉണക്കമീൻ എടുത്തിട്ടുണ്ട്, കുറച്ച് മമ്പയറും അതിൻ്റെ കൂടെയുള്ള ആ പച്ചമുളകും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറാണ് കേട്ടോ. അത് ഓർക്കാപ്പുളിയാണേ, ഓർക്കാപ്പുളി മാങ്ങഞ്ചിയും കൂടെ അമ്മ അച്ചാറിട്ടതായിരുന്നു. അച്ചാറൊന്നും ഞാൻ അങ്ങനെ ഇവിടെ ഇടയില്ലോ, ഒക്കെ അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടല്ലാണ്. അങ്ങനെ ഞാൻ 12:45 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ചോറുണ്ണാൻ തുടങ്ങി കേട്ടോ. ഞാൻ ചോറുണ്ണാൻ തുടങ്ങി. അതിന് മുമ്പായിട്ട് ഒരാൾ ചോറുണ്ടു, തത്ത ചോറുണ്ടു. കാരണം ഒക്കെ ആ വറവിട്ടപ്പോൾ മണടിച്ചപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് അടുക്കളയിൽ കൂടെ. അപ്പോൾ എനിക്ക് തോന്നി ആൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് വയറ് നിറയെ എപ്പോഴാണെന്നറിയോ, വീട്ടിലുള്ളവർ കഴിക്കുമ്പോഴാണ് വയറുണ്ടെന്നറിയാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം മക്കൾ 2 കൂടി അപ്പുറത്ത് അനിലേൻ്റെ റൂമിലാണ് കേട്ടോ. അവിടെ അനിയത്തിയും കുട്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടീനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ്. കുറച്ച് നേരമായിട്ട് 2 ഇവിടെ നിന്ന് ഇങ്ങനെ പറയുന്നത്, അമ്മ അനിലേച്ചീൻ്റെ അനിയത്തി വന്നിട്ടുണ്ട്, ഞാൻ കുട്ടീനെ എടുക്കാൻ പോവുകയാണ് കേട്ടോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടിയാണെങ്കിലോ അവിടെ നിന്ന് ഓരോ കോപ്രായം കാണിക്കുകയാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ അവളെ എങ്ങനെ എടുക്കാതിരിക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഞാനും അതൊക്കെ അങ്ങനെ നോക്കി. എന്നിട്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് തന്നെ പോന്നു കേട്ടോ. വിളക്കെത്തിക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു.
ഞാൻ പുറത്തു നിന്നാണ് ഇങ്ങനെ നോക്കി ഓരോങ്ങനെ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് റൂമിൻ്റെ അവിടേക്കൊന്നും പോയിട്ടില്ല. അങ്ങനെ അതാ കിച്ചുമോളും അവിടെ നിന്ന് വന്നിട്ടുണ്ട്, എന്തൊക്കെയോ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പാലിരിക്കേണ്ടിയിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതിലേക്ക് എന്തോ ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് ഡ്രിങ്ക് എന്തോ ഉണ്ടാക്കുകയാണ് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ മേലൊക്കെ കഴുകാനായി, വിളക്കെത്തിക്കാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെയാണ് പരിപാടി. അപ്പം ഞാൻ അവളോട് പറയുന്നു മേലെ ഇരിക്കോ വിളക്കെത്തിച്ചോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം പറയാം ഞാൻ അതുണ്ടാക്കുകയാണ് കുളിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ പറയാതെ തന്നെ വേഗം പോയി കുളിക്കും കേട്ടോ. ഞാൻ കുളിക്കാൻ നിൽക്കുന്നതിന് മുന്നോടി പോയി കുളിച്ചിട്ട് വിളക്കൊക്കെ കത്തിക്കും. ചിലപ്പോൾ ഞാൻ പറഞ്ഞാലും ഭയങ്കര മടിയാവും കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു, ഇത് എവിടുന്നാ ബൂസ്റ്റ് എവിടുന്നാന്നിങ്ങനെ ചോദിക്കും. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ബൂസ്റ്റൊക്കെ തീർന്നിട്ടുണ്ട് ഞാൻ ഓർത്തത്. കാരണം വലിയ കുപ്പി ബൂസ്റ്റ് അല്ല കേട്ടോ, അത് 10 രൂപേൻ്റെ 5 രൂപേൻ്റെയും പാക്കറ്റാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ പുറത്തൊന്ന് പോയിരുന്നു കേട്ടോ. 1-2 സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്ത് പോയപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങയിട്ടത്. അപ്പോൾ കൊണ്ടുവന്ന് വെച്ച് പാത്രത്തിൽ ഇട്ടിട്ടേ ഉള്ളൂ, കഴുകിയിട്ടില്ല. പിന്നെ ഒരുക്ക ഉണ്ടാക്കാൻ ഞാൻ 2 ഇത് വാങ്ങിയിരുന്നു, എന്താണ് പപ്സ് വാങ്ങിയിരുന്നു. 2 പപ്സാണ് വാങ്ങിയത്. ആ 2 പപ്സിന്നും ഞാൻ ഓരോ പീസ് എടുത്ത് കഴിച്ചു. ഇനി ഒരാളത് മാത്രം എടുക്കുമ്പോൾ ഒരാൾക്ക് പരാതി വേണ്ടല്ലോ, ഇന്ത്യയിൽ നല്ല അമ്മ എടുത്തതെന്നില്ല. അപ്പോൾ 2 പപ്സൊന്നും ചെറിയൊരു പീസ് എടുത്തിട്ട് ഞാൻ കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. അവളവിടെ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മേലേക്കാൻ പോട്ടെ കേട്ടോ. അങ്ങനെ കഴിച്ചിട്ട് ആ മേലൊക്കെ കഴുകി ഇറങ്ങിയിട്ടുണ്ട്. തല നനച്ച് രാവിലെ കുളിച്ചിരുന്നു കേട്ടോ. രാവിലെ നനച്ചില്ലെങ്കിലാണ് വൈകുന്നേരത്ത് തല നനയ്ക്കൽ. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിൻ്റെ പൊട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു പൊട്ടൊക്കെ എടുത്തിട്ടു. അപ്പോൾ ഞാൻ പുറത്ത് പോയപ്പോൾ ഒരു പുതിയ പൊട്ടൊക്കെ വാങ്ങിയിട്ട് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്റ്റോണിൻ്റെ വൈറ്റ് പൊട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇറങ്ങി. ഇനി വിളക്കൊക്കെ കത്തിക്കട്ടെ. നമുക്കിവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റെൻറ്റിനാണ്, കൊട്ടേഴ്സിലാണെന്നൊക്കെ പറഞ്ഞല്ലോ. ഈ നിലവിളക്കൊക്കെ കത്തിക്കുമ്പോൾ എപ്പോഴും പുറത്തേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ പൊട്ടിക്കല്ല് വീട്ടിലൊക്കെ പറഞ്ഞാൽ പുറത്ത് മുറ്റത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി പൈപ്പിൻ്റെയൊക്കെ ചോട്ടിൽ വെച്ചിട്ട് വിളക്ക് കഴുകും, അല്ലെങ്കിൽ ഞങ്ങൾ പുഴയിലൊക്കെ കൊണ്ടുപോകും. അങ്ങനെ നമുക്ക് ഇവിടെ അതിനുള്ള ഒരു സൗകര്യമില്ലല്ലോ, അകത്ത് വെച്ചിട്ട് അതൊക്കെ കഴുകണം. അപ്പോൾ ഞാൻ ഡെയിലി വിളക്കൊന്നും കഴുകലില്ല കേട്ടോ. ഡെയിലി നമ്മളൊരു കോട്ടൻ്റെ ക്ലോത്ത് ഇങ്ങനെ വെക്കും, അതുകൊണ്ട് തുടയ്ക്കും. അതായത് നിലവിളക്കൊന്ന് ഉൾവശവും പുറയൊക്കെ ഒന്ന് തുടച്ചെടുക്കും. പിന്നെ അങ്ങനെയാണ് ചെയ്യൽ. വീക്കെൻഡിലൊക്കെ ലാസ്റ്റ് എൻഡിലൊക്കെ ഒന്ന് വിളക്ക് അങ്ങനെ കഴുകും, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നിലവിളക്കിൽ അവിടെ എണ്ണ ഇരുന്നത് നല്ലെണ്ണ ഒരു ബോട്ടിൽ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിച്ചുമോളോട് അതൊന്ന് വേസ്റ്റിൻ്റെ കവറിലേക്ക് ഇടാൻ വേണ്ടി പറയുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ സാധനങ്ങളൊക്കെ തീർന്നതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിരുന്നു കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു. എന്ത് തിരക്കുകളുണ്ടെങ്കിലും ആ തിരക്കിനിടയിൽ ഇതിന് നമ്മൾ സമയം കണ്ടെത്തണമല്ലോ അല്ലേ, അല്ലെങ്കിൽ പിന്നെ എന്താ നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ ഇതൊക്കെ പറയണത്. ഇവരെ മുന്നിൽ കുറച്ച് സമയം ഇരിക്കാനും ഇതിന് സമയമില്ലെങ്കിൽ പിന്നെ നമുക്ക് ലൈഫിൽ എന്തിനാ സമയം ഉണ്ടാവുക അല്ലേ. കാരണം ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മാത്രം വരുന്ന ഓർത്താൽ പോരല്ലോ. ഞാൻ സത്യം പറയട്ടെ, ഒരു വലിയത് വിടുകയല്ല, ഇവിടെ ഇരുന്ന് വിളക്കെത്തിച്ച് കുറച്ച് സമയം അവിടെ എങ്ങനെ ഇരുന്നാലും ഭയങ്കര ഒരു റിലീഫാവും, ഭയങ്കര ഒരു ആശ്വാസമാണ്. എനിക്ക് അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. അതിനി പൊട്ടിക്കല്ലാണെങ്കിലും ഇവിടേക്കാണെങ്കിലും അങ്ങനെ തന്നെ. ഇനിയിപ്പോൾ പൊട്ടിക്കല്ല് ഞാൻ അധികം അമ്മയാണ് വിളക്ക് വെക്കൽ കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ വൈകുന്നേരം ഒന്ന് കുളി കഴിഞ്ഞ് അതിൻ്റെ മുന്നിൽ പോയി കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും. ഞാൻ വിളക്ക് അവിടെ അമ്മയാണ് അധികം കത്തിക്കണത്. പക്ഷെ എന്നാലും എൻ്റെ മേലകളൊക്കെ കഴിഞ്ഞാലും ചിലപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ അവിടെ അങ്ങനെ പോയിരിക്കും. അപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ്. അപ്പം അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് നാമൊക്കെ ജപിച്ചു. മക്കളെയും ചിലപ്പോൾ ഇരുത്തു കേട്ടോ. കിച്ചുമോള് കുളി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവൾ കുളി കഴിഞ്ഞാൽ വന്നിരിക്കും കേട്ടോ, വന്നിരുന്ന് നാമം ജപിക്കും. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അടുക്കളയിലെ സൗണ്ടുകളൊക്കെ എന്തൊക്കെയോ പാത്രത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഞാൻ പോയി നോക്കുമ്പോൾ കിച്ചുമോളിൻ്റെ അടുത്ത പരിപാടി അവിലേക്ക് ശർക്കരയൊക്കെ കട്ട് ചെയ്തിടുകയാണ്. ഇനി എന്താ അവല് പിന്നെ കുഴച്ചിട്ട് തിന്നുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിച്ചോളൂ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കട്ടിംഗ് ബോർഡിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശർക്കര അതിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഗ്രേറ്റർ ഉണ്ട്, അതിൽ വെച്ച് ചെയ്തുവിടായിരുന്നു. അപ്പം ഇത് മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ, നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോസിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് കൂട്ടുകാർ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും പറയണം, കമൻറ്റുകൾ അറിയിക്കുകയും വേണം. ഓക്കെ, ബൈ.